ഹൃദയവനികയിൽ പ്രതിധ്വനിക്കും സ്വർണവിപഞ്ചി ഗാനം. പണ്ഡിറ്റ് ശ്രീ ഹരിപ്രസാദിനെ അനുമോദിച്ചുകൊണ്ടുള്ള സ്വീകരണ സഭ ആരംഭിക്കുന്നതിന് മുമ്പ് ഗാർലൻഡിംഗ്. ബഹുമാനപ്പെട്ട നമ്മുടെ സഭാധ്യക്ഷൻ ശ്രീ രാമൻ. ആദ്യമായിട്ട് ആരാർപ്പണം ചെയ്യേണ്ടത് പണ്ഡിറ്റ് ഹരിപ്രസാദ് അവർകൾക്കാണ്. ഇനി എനിക്കിടെ നില്ല്. ഇവൻ എന്റെ മകളുടെ മകൻ, എന്റെ ചെറുമകൻ. ഇവൻ എന്റെ ഉറ്റ സ്നേഹിതൻ വിഷ്ണു നമ്പൂരിയുടെ മകൻ. വിഷ്ണു നമ്പൂരി വളരെ പ്രശസ്തനായ ഒരു പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ അതിലും പ്രശസ്തനായി. ഇവനും എന്റെ ചെറുമകൻ തന്നെ. അത് രക്തബന്ധമാണെങ്കിൽ ഇത് ആത്മബന്ധം, ജന്മസുഹൃതം. പിന്നെ മക്കളും മക്കളുടെ മക്കളും വളർന്നു വലുതാകുന്നത് വരെ ജീവനോടിരിക്കുന്നത് തന്നെ എന്റെ മഹാഭാഗ്യം. ഇവൻ ഇനിയും വളരും, വലിയ വലിയ ഉയർന്ന ബിരുദങ്ങൾ നേടും. അപ്പോ നമുക്കെല്ലാം ചേർന്ന് ഇതിലും വലിയൊരു സ്വീകരണം അവന് കൊടുക്കണം. അപ്പോൾ ഇതിലും കൂടുതൽ സംസാരിക്കും സ്പീച്ച്. ഇപ്പോൾ എനിക്ക് സന്തോഷമായി. അനുഗ്രഹിക്കുന്നു മോനെ. ആയുഷ്മാനുഭവ, ആയുരാരോഗ്യ ഐശ്വര്യാഭിവൃദ്ധിരസ്തു. ഇരിക്കും മകനെ, ഇരിക്കും. ഇനി ഒരു വിശേഷം കൂടിയുണ്ട്. കുമാരി സുഭാഷിണിയോട് ഹരിയുടെ പടം വരച്ചു തരാമോ എന്ന് ചോദിച്ചു. അവളും അതിന് സമ്മതിച്ചു. അവൾക്കും ഞങ്ങളുടെ കൃതജ്ഞത. ഈ ചെറിയ കോൺഫറൻസ് ഹാൾ നമുക്ക് വേണ്ടി ഏർപ്പാട് ചെയ്തു തന്ന ഇവളുടെ സഹോദരൻ ഗിരീഷിനും നന്ദി. ഈ സമ്മേളനത്തിന്റെ അവസാനം നമ്മുടെ ഹരി നമുക്ക് വേണ്ടി ഒരു വിരുന്ന് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്, ഫാറിൻ സ്റ്റൈൽ. നിങ്ങൾ എല്ലാവരും അതിൽ സംബന്ധിക്കണമെന്നാണ് അവന്റെ ആഗ്രഹം. ഇപ്പോ ഹരിയുടെ ചിത്രം കാണാം. മോളെ ജാനകി, ഹരിപ്രസാദിന്റെ പടം വരയ്ക്കാൻ പറഞ്ഞിട്ട് ഇതെന്തോന്ന അർത്ഥമില്ലാതെ. നീ വായടച്ചു മിണ്ടാതിരുന്നാൽ അതിനും അർത്ഥം വരും. ആ പെൺകുട്ടി ബുദ്ധിയുള്ളവളാ. എന്തെങ്കിലും അർത്ഥം കാണാതെ അവൾ അത് വരയ്ക്കില്ല. അതല്ല, എല്ലാവർക്കും മനസ്സിലാകുന്നത് പോലെ എന്തെങ്കിലും ഒന്ന് വരച്ചാൽ നന്നാവില്ല. അപ്പോൾ സാധാരണ ഫോട്ടോ പോലെ ആകും. അവിടെ ഇരി, അവൾ പറയും. ചന്ദ്രനോ? ആഹാ, മനസ്സിലായോ? നമുക്കെല്ലാം ഉള്ളത് സാധാരണ കണ്ണുകളാണെങ്കിൽ ദൈവാംശമുള്ള ഇവന്റെ ഒരു കണ്ണ് സൂര്യൻ, മറ്റേ കണ്ണ് ചന്ദ്രൻ. ഓങ്കാരമോ? ആഹാ, അവന്റെ നാസിക പുല്ലാങ്കുഴലായി. അവന്റെ ഉച്ഛ്വാസ നിശ്വാസങ്ങൾ പ്രണവനാദമായി ഓങ്കാരത്തെ മുഴക്കുന്നു. നീ ജ്ഞാനക്കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന ഒരു യോഗിയാണത്രേ. സുഭാഷണി എത്ര അർത്ഥത്തോടെയാണ് നിന്റെ പടം വരച്ചിരിക്കുന്നത് നോക്കടാ. സംയു, എന്താ ചേട്ടാ? give me a garden please.
വേണ്ട പ്ലീസ്. Come on, please. Come on, yeah. ഞാനൊരു അറ്റത്തിരുന്നോളാം. ഞാൻ വരട്ടെ. എവിടേക്കാ? ഈ കുട്ടിക്കും ഡാൻസ് അറിയാം. എന്താ എന്താ ബഹളം? എന്ത് പറ്റി? അവിടെ മുറിക്കകത്തോ? എന്താ നിന്റെ റൂമിലോ? ആ വാ പോയി നോക്കാം. വാ, ഞാനുണ്ടല്ലോ കൂടെ. വാന്ന്. ഇവിടെയോ? അവിടെയോ? ഇവിടെ ഒന്നുമില്ലല്ലോ. നിനക്കെന്താ കുഴപ്പം ഈ സമയത്ത്? എന്താ ഇത്ര സന്തോഷം? സ്വപ്നത്തില്? ആ, നിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാകണമെങ്കിൽ ആദ്യം നിന്റെ കല്യാണം നടക്കണം. അതിനുശേഷം മതി എന്റേത്. ഞാൻ പറഞ്ഞാ കേക്കില്ലെന്നോ? എപ്പോ ചോദിച്ചാലും ഇപ്പൊ വേണ്ട ഇപ്പൊ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്നെ കുറ്റം പറയുന്നു. അത് ശരി, ഇപ്പോഴോ? ഈ അർദ്ധരാത്രിയിലോ? കല്യാണം എന്ന് പറയുന്നത് കളിയല്ല. ഡോണ്ട് ഗോ. സത്യമാണോ ഈ പറയുന്നത്? ആരെ? ഹരിപ്രസാദിനെയോ?